സ്വർണ്ണവില വീണ്ടും തകർന്ന് മൂക്കുകുത്തി കൂപ്പുകുത്തി എന്താണെന്ന് പറയേണ്ട ഒരു വലിയൊരു തകർച്ച, ഭയങ്കരമായ തകർച്ച. രാത്രി വീണ്ടും സ്വർണ്ണവില സാക്ഷ്യം വഹിച്ചു. ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളൊരു വലിയ ആശങ്ക ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ആദ്യം നോക്കിയിട്ട് ഹിസ്റ്റോറിക്കൽ എപ്പിസോഡ്സ് ഓഫ് ട്രേഡ് അൺസർട്ടനിറ്റി ഹൗ അഫക്റ്റഡ് ഗോൾഡ് പ്രൈസ് എന്നുള്ളതാണ്. എന്താണ് ചരിത്രത്തിൽ ഗോൾഡ് പ്രൈസിന് ഇതുപോലെയുള്ള അൺസർട്ടനിറ്റിയും അനിശ്ചിതത്വം ഒക്കെ സംഭവിച്ചപ്പോൾ ഗോൾഡിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കാം. നമുക്ക് മുന്നിൽ ഇതിന് മുമ്പ് 20 വർഷത്തിലുള്ള രണ്ട് സംഭവങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നാണെങ്കിൽ 2008 ഫിനാൻഷ്യൽ ക്രൈസിസും, പിന്നീട് പാൻഡമിക് 2019 വന്നപ്പോൾ അതിന് പുറകെ വന്ന വർഷമായ 2020 വന്ന വലിയ രീതിയിലുള്ള അൺസർട്ടനി, വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്. 2008 ഗോൾഡ് അറിയാമല്ലോ, ആദ്യമായിട്ട് അന്നത്തെ ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ സമയത്ത് ഗോൾഡ് എന്താ ചെയ്തു, ഭയങ്കരമായിട്ട് ആദ്യമായിട്ട് $1000, അന്ന് 1000 എന്ന് പറയുന്ന ഡോളർ ആദ്യമായിട്ട് ഗോൾഡ് ക്രോസ് ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഗോൾഡ് വീണ്ടും $750 ഗോൾഡ് വീണ്ടും കൂപ്പുകുത്തി. പക്ഷേ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2011 ഇന്നൊക്കെ 2011 എന്ന് പറയുന്ന കാലം നിങ്ങളൊന്ന് ഓർക്കണം. ആ ഒരു കാലത്ത് ഗോൾഡ് $1917 അന്ന് ഓഗസ്റ്റ് ഗോൾഡ് പോയി എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ പവറിൻ്റെ ഊക്കാണത് മനസ്സിലാക്കണം. ആ ഒരു ഊക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1911 പിന്നെ നമ്മൾ കണ്ടത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് 2020 പാൻഡമിക് വന്നു. അപ്പോൾ അത്രക്കും അത് ഡബിൾ എന്ന് പറഞ്ഞാൽ മതി തൽക്കാലം. ഓക്കെ, ഡബിൾ പ്രൈസ് എന്ന് പറയാൻ വയ്യ, ശരിക്ക് 3 ഇരട്ടിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഗോൾഡ് പ്രൈസ് അങ്ങനെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അപ്പുറം എന്താവില്ല, ഗോൾഡ് ഇടിഞ്ഞ് ഇല്ലാതായി മാറില്ല. ആ ഒരു സ്റ്റേബിൾ സ്റ്റോർ വഴി എന്നാൽ ഉയരുന്നതിന് ഡബിളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്രൈസുകൾ സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ചരിത്രം ഇപ്പോഴും അല്ല, പിന്നെ പാൻഡമിക് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. അത് ഡബിളൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞല്ലോ 29 ആ ഒരു റേഞ്ചിൽ നിന്ന് ഗോൾഡ് 28 റേഞ്ചിൽ നിന്ന് 42 അടുത്തേക്ക് അന്നും പോയി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പാൻഡമിക്കിൻ്റെ ഒരു കാര്യം മാത്രമല്ല, അതുപോലെ വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്, നേരിട്ടുള്ളൊരു ട്രേഡ് വാറാണ്. അപ്പോൾ ഗോൾഡ്, ലഹ്മാൻ ബ്രദേഴ്സ് ഒക്കെ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അന്ന് സ്റ്റോക്കുകളൊക്കെ അന്ന് തകർന്ന് തരിപ്പണമായി 2008. അപ്പോൾ അതേപോലെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ പൊളിഞ്ഞ് തരിപ്പണമായിക്കുക. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആരെയും മണ്ടന്മാരെന്ന് പറയുന്നില്ല. അപ്പോൾ പല ബുദ്ധിപരമായിട്ട് നീങ്ങാത്ത ആളുകളൊക്കെ ഇതിൽ പൊളിഞ്ഞ് പാപ്പരം. അല്ലാതെ അയ്യപ്പനും കോശിയും, ഇപ്പോൾ ഞാൻ പറയാൻ കാരണം അയ്യപ്പനും കോശിയും എന്താണ് ഒരു സിനിമ ഉണ്ടല്ലോ, പൃഥ്വിരാജും നമ്മളെ ബിജു മേനോനുള്ള ഭയങ്കര ഹിറ്റായിട്ടുള്ള പടം. അതേപോലെ അയ്യപ്പനും കോശിയും പറഞ്ഞ പോലെ അമേരിക്കയും ചൈന, ഇപ്പോൾ അമേരിക്ക ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക അങ്ങോട്ട് താരിഫ് ചുമത്തിന് ചൈന റിട്ടാലിയേഷൻ നടത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുകൾ തകർന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ അടുത്ത റിട്ടാലിയേഷൻ എന്നുള്ള നിലയ്ക്ക് റിട്ടാലിയേഷൻ എന്ന് പറയുന്ന രീതിയിൽ അമേരിക്ക അടുത്ത 50%, അപ്പോൾ 100% മുകളിലേക്കാണ് ഇപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യ വരെ പണ്ട് 100% വരെ ഉള്ളൂ, 100% അല്ല 2000% അത്ര ശതമാനം ഉണ്ട് കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ 50%, അടുത്ത 50% ചൈനക്ക് ത്രെട്ട് കൊടുത്തേക്കാണ് ട്രംപ് ഇനി ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ്. കാരണം ചൈന റിട്ടാലിയേഷൻ നടത്തിയത് കൊണ്ട് ഇത് എവിടെയൊക്കെ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അയ്യപ്പനും കോശിയും ചൈനയും അല്ലെങ്കിൽ ട്രംപും ഷീ ജിൻപിങ്ങിനും ഒന്നും സംഭവിക്കത്തില്ല. സംഭവിക്കാൻ പോകുന്നത് മണ്ടൻ തീരുമാനമെടുക്കുന്ന സ്റ്റോക്കുകളും മറ്റുള്ളതൊക്കെ എന്നോ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കായിരിക്കും ആകെ. അപ്പോൾ ഗോൾഡ് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പാനിക്കാണ്. അപ്പോൾ അവർ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ആകെ അങ്ങോട്ട് ബ്ലോക്കായി കിടക്കുകയാണ്. അങ്ങോട്ട് കയറ്റിയേക്കാൻ വയ്യ, അങ്ങോട്ട് കയറ്റിയേക്കാൻ വയ്യ. അപ്പോൾ ഒരു പാനിക് അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട്. പാനിക് അവസ്ഥയും ഗോൾഡിലേക്ക് തന്നെയാണ് ആൾക്കാർ വരിക, പാനിക് ആയാലും എന്തായാലും. അപ്പോൾ ഈ ഒരു പാനിക് അവസ്ഥ വരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡിലേക്കാണ് വരിക. എങ്കിൽ കൂടിയും കയ്യിൽ ഒന്നും ഇല്ലാത്ത അവസ്ഥ വരുന്ന പെട്ടെന്ന് ബ്ലോക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ സേഫ് ഹെവനായ ഗോൾഡിൽ നിന്ന് കുറച്ച് ഡോളറിലേക്കൊക്കെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് അവർ പോകും. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇത് കണ്ട. എങ്കിൽ കൂടിയും ഗോൾഡിനെ പലപ്പോഴായിട്ട് ഇപ്പോൾ വീണപ്പോൾ പോലും ആ ഡിപ്പുകളിൽ ഗോൾഡിന് ബയേഴ്സിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതായത് പല തവണ ഗോൾഡ് $3000 മുകളിലേക്ക് പോയി താഴേക്ക് വന്ന ശേഷം പോലും, മാത്രമല്ല 3050 ക്രോസ് ചെയ്ത്, അതേപോലെ പോസിറ്റീവ് ടെറിട്ടറിയിലേക്ക് പല പ്രാവശ്യം ഗോൾഡ് കടക്കുന്നുണ്ട്. അതായത് ബയേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഒരു ഇൻവെസ്റ്റേഴ്സും ഒന്നും ഓടി തകർന്നൊക്കെ ക്ഷീണിക്കുമ്പോഴത്തേന് എന്താവും, അവരെല്ലാവരും വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിൻ്റെ ഇടയിൽ എന്താവും, എല്ലാവരും സെൻട്രൽ ബാങ്കുകളടക്കം എല്ലാവരും സേഫ് ഹെവനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ഫ്ലോ ഉണ്ടാവും. കാരണം മൊത്തം തകർന്ന് തരിപ്പണമാകുമ്പോൾ ഉള്ളത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരത് ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യതന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ബാഹുബലി രാജ്യങ്ങളെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ പോലും എന്തുകൊണ്ടും സെൻട്രൽ ബാങ്കുകൾ പോലും ഈ ഫിനാൻഷ്യൽ ക്രൈസിൽ ഗോൾഡ് സ്റ്റേബിൾ സ്റ്റോർ
വാലിയൊക്കെ എല്ലാവരും അതുപോലെ വലിയ രീതിയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഞാൻ പറഞ്ഞല്ലോ ചൈനൻ്റെ, അത് മറ്റുള്ള എല്ലാ വലിയ വലിയ ബാങ്കുകൾ ഒരുപാട് ബാങ്കുണ്ട്. ഇപ്പോൾ ദോശ ബാങ്ക് എന്ന് പറയുന്ന ജർമ്മൻ ബാങ്ക് അവരിപ്പോൾ പറയുന്നത് അവരുടെ ഫോർകാസ്റ്റ് ഗോൾഡ് പ്രൈസൊക്കെ കൂട്ടി വെച്ചാൽ അവരുടെ ഫോർകാസ്റ്റൊക്കെ 1300, 1700, 2025, 3300, 2000 കുറച്ചേ ഉള്ളൂ. അതൊക്കെ തട്ടിപ്പാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ അപ്പുറത്തിലേക്ക് ആയിരിക്കും പോയേക്കൊക്കെ. അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഇടിയുന്നതിന് ഒരു പരിധിയുണ്ട്, എന്നാലും ഉയരുന്നതിന് എത്രയാ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വലിയ സാധാരണ ഒരു ഉയർച്ചയിലേക്ക് തന്നെ കറണ്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇപ്പോൾ നമ്മൾ കണ്ട പോലെ മെല്ലെ മെല്ലെ അല്ല, ഇപ്പോൾ കണ്ട പേഴ്സണല്ലോ അതിൽ കയറുമ്പോൾ ഉയരുന്നതിന് അല്ലാത്ത വലിയ ഫിനാൻഷ്യൽ കാരണം റെസിസ്റ്റൻ്റ് ബൈ ഇതൊക്കെ കാരണം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. $1911 2011 ഗോൾഡ് എത്തിയിട്ടുണ്ട്. പിന്നീട് 2020 ആയേണ്ടി വന്നു ആ ഒരു നമ്പർ ക്രോസ് ചെയ്യാൻ വേണ്ടി. കാരണം അത്രക്കും വലിയ ഫിനാൻഷ്യൽ കേസ് ഇത് അതിലും വലിയ ഫിനാൻഷ്യൽ കേസാണോ അല്ലേ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം ട്രംപ് ഒരു ദിവസം പറയുന്നത്. അപ്പോൾ $57.20 ഒരു ദിവസം എന്തായിട്ടുള്ളത് ഇപ്പോൾ ഗോൾഡ് തകർന്ന് കിടക്കുന്നത്. 1.88% 1979 ഇന്ന് സുബീക്ക് ഗോൾഡ് വന്ന പോലെ തന്നെ വീണ്ടും ഗോൾഡ് ഇപ്പോൾ വീണിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിഷമമായ കാര്യം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. എന്നാൽ ബുദ്ധിയുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുക എന്ന് ഇന്ത്യയിൽ അറിയാം. അതുകൊണ്ട് എല്ലാവരും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രം കാണുക. അപ്പോൾ ഗോൾഡ് 66,280 ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഗോൾഡ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു 1000 രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് തകർന്നിട്ടുള്ളത്. ബട്ട് ഗോൾഡ് അതിശക്തമായ രീതിയിൽ കരുത്തോടെ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് നിഗമനം.